സംഭാലിലെ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട കലാപത്തിൽ യോഗി ആദിത്യനാഥിനെ വലയ്ക്കുന്ന ആ 91 പ്രതികൾക്കായുള്ള ഓപ്പറേഷൻ ഇപ്പോൾ പോലീസ് തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, സംഭാലിൽ നവംബർ 24-നാണ് കലാപം നടന്നത്. ആ കലാപത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ മതമൗലികവാദികൾ അഴിച്ചുവിട്ടത്. സംഭാലിൽ സർവേക്കായി വന്ന ടീം അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സംഭാൽ ജില്ലയുടെ പല ഭാഗങ്ങളിലായി കലാപം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ഇവർ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് വേണ്ടിയിരുന്നില്ല എന്നാണ്. കാരണം സംഭാൽ മുഴുവൻ പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് ഇവർക്ക് കാണേണ്ടി വന്നത്. പല പല ക്ഷേത്രങ്ങൾ സംഭാലിൽ ഉയർന്നു വരുന്നു. 500 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, 100 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, വീട്ടിനകത്ത് മറച്ചു വെച്ചിരിക്കുന്ന പല ക്ഷേത്രങ്ങൾ, വൈദ്യുതി മോഷണങ്ങൾ, SP എന്ന് പറയുന്ന പാർട്ടിയുടെ ആരും കയറാൻ മടിക്കുന്ന മടയിൽ കയറി അവിടെയുള്ള MP-യുടെ വൈദ്യുതി അടക്കം 1.5 കോടി രൂപയുടെ വൈദ്യുതി മോഷണം അടക്കം യോഗി ആദിത്യനാഥ് പിടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവിടെയുള്ള വൈദ്യുതി മോഷ്ടിക്കുന്ന സകല ആൾക്കാരെയും അടിച്ചമർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, സകല ആൾക്കാരെയും പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സംഭാൽ എന്ന് പറയുന്നത് മുസ്ലിം ഡെൻസ് പോപ്പുലേറ്റഡ് ഏരിയ ആണ്. അതിനകത്ത് കയറി യോഗി ആദിത്യനാഥ് പല കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തുന്ന കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്നാൽ 91 പേരുടെ പേരും മേൽവിലാസവും അടക്കം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രതികൾ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 450 പ്രതികളുണ്ട്. ഇതിൽ 51 പ്രതികളെ ജയിലിലേക്ക് അയച്ചു കഴിഞ്ഞു. വളരെ വേഗത്തിലുള്ള ഒരു നടപടിയാണ് ഇത് എന്ന് നമ്മൾ ഓർക്കണം. കാരണം സംഭാലിൽ കഴിഞ്ഞ നവംബറിലാണ് കലാപം നടന്നത്. ഇത്രയും പെട്ടെന്ന് 450 പ്രതികളെ തിരിച്ചറിഞ്ഞു. ഇതിൽ 51 പേരെ ഇപ്പോൾ തന്നെ ജയിലിലേക്ക് അയച്ചു കഴിഞ്ഞു. 91 പേരെ ഇനി പിടിക്കാനുണ്ട്. ഇത് യോഗി ആദിത്യനാഥ് എങ്ങനെയാണ് സാധ്യമാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കലാപം നടക്കുന്ന ഈ പ്രദേശമുണ്ട്, ഈ ജുമാ മസ്ജിദിന് സമീപമാണ് ആദ്യത്തെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അവിടെ 5 പേരാണ് കൊല്ലപ്പെടുന്നത്. അതിനുശേഷം നഖസ കവല എന്ന് പറയുന്ന കവലയുണ്ട്. ഇവിടെ രണ്ടാമത്തെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ഇവിടെ പോലീസുകാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. മൂന്നാമത് ഹിന്ദുപുര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കലാപം നടക്കുന്നു. അവിടെ പോലീസിന് നേരെ മാരകമായിട്ടുള്ള ആക്രമണം നടക്കുന്നു. ഈ 3 സ്ഥലങ്ങളിലും പോലീസുകാർ എത്തിയത് വീഡിയോ റെക്കോർഡിംഗ് സംവിധാനങ്ങളുമായിട്ടാണ്. ഈ കലാപം നടത്തുന്ന ആൾക്കാരെയെല്ലാം പോലീസ് വീഡിയോ റെക്കോർഡിംഗ് ചെയ്ത് അവരുടെ കൃത്യമായിട്ടുള്ള ഡാറ്റ, അവരുടെ മുഖമടക്കം പോലീസ് കൃത്യമായി തങ്ങളുടെ ഡിജിറ്റലായിട്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് നോക്കിയാണ് ഇപ്പോൾ പ്രതികളെ പിടിച്ചത്. ഇതിൽ 91 പേരാണ് ഇനി കണ്ടു കിട്ടാനുള്ളത്. ഇവരെ എങ്ങനെയാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇതിനുള്ള നടപടി ആരംഭിച്ചു എന്ന് SP കൃഷ്ണകുമാർ വിഷ്ണോയാണ് പറയുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവർക്കെതിരെ ജാമ്യമില്ല വാറന്റ് പുറപ്പെടുവിക്കും. പോരാത്തതിന് വിവിധ സ്ഥലങ്ങളിൽ ഇവർക്കായുള്ള റെയ്ഡ് നടക്കും. അതായത് ഇവരുടെ വീടുകളിൽ, ഇവരുടെ ബന്ധു വീടുകളിൽ, ഇവരുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ, അങ്ങനെ സകല സ്ഥലങ്ങളിലും ഇവർക്ക് വേണ്ടിയുള്ള റെയ്ഡുകൾ നടക്കും. പോരാത്തതിന് ഇവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക്, അത് ബന്ധുക്കളായിക്കൊള്ളട്ടെ, സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, ശത്രുക്കളായിക്കൊള്ളട്ടെ, വൻ പാരിതോഷികമാണ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. പോരാത്തതിന് ഇവരുടെ പേരിലുള്ള സകല ഭൂമിയും അറ്റാച്ച് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ചുരുക്കം പറഞ്ഞാൽ, പിടികൊടുത്തില്ലെങ്കിൽ ഇത്രയും പ്രവർത്തനങ്ങൾ വരുമ്പോൾ തന്നെ ഇവർക്ക് വലിയ ആഘാതം, മാനഹാനി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയുള്ള പ്രക്രിയകളിൽ ഏർപ്പെട്ടാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഇവരെ പൂട്ടാനായി ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.